കോൺഗ്രസിന്റെ MP-മാർ ഉൾപ്പെടെ മത്സരരംഗത്തേക്ക് കൂടുതൽ കടന്നു വരുന്നത് ഒരു ഭാഗത്തെ LDF പ്രചാരണമാക്കുന്നുണ്ട്. അല്ല, അതൊന്നും തീരുമാനിച്ചില്ലല്ലോ അങ്ങനെ പ്രചരിപ്പിക്കാൻ. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഒരിക്കലൊരു അഭ്യർത്ഥന എല്ലാ ചാനലിനോടും ഉണ്ട്. ഞങ്ങൾ പോലും ജില്ലകളിൽ പോലും പരിഗണിക്കാത്ത ആളുകളൊക്കെ സ്ഥാനാർത്ഥികളാണെന്ന് നിങ്ങൾ ഈ പറഞ്ഞ് ആളുകളെ വെറുതെ മഹത്വവൽക്കരിക്കരുത്. ഞങ്ങൾ പരിഗണിക്കാത്ത പേരുകൾ വരെ നിങ്ങൾ ചാനലുകൾ ഇട്ട്. അല്ല, ഞാൻ പറഞ്ഞത് ദയവായി എല്ലാ ചാനലുകളും ഒരു അഭ്യർത്ഥനയുണ്ട്. ഒരിക്കൽ പോലും ആരും പരിഗണിക്കാത്ത പേരുകൾ പോലും ഓരോ മണ്ഡലങ്ങളിലിട്ട് വെറുതെ ആശയക്കുഴപ്പം ഉണ്ടാക്കരുത്. അതൊക്കെ താൽക്കാലിക 1-2 ദിവസത്തേക്കുള്ളത് മാത്രമാണ്. അങ്ങനെയുള്ള അവാസ്തവമായ വാർത്തകൾ ദേവിയേത് പത്രങ്ങൾ ചാനലുകൾ കൊടുക്കരുതെന്നൊരു അഭ്യർത്ഥനയാണ്. അതാരാ പറഞ്ഞത് കൊടുത്തെന്ന്? ഞാനിപ്പോൾ അന്വേഷിച്ചപ്പം ഹൈക്കോടതി അങ്ങനെ റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ SIT പുറത്ത് വിട്ടിട്ടില്ല. അന്വേഷണം നന്നായി നടക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ആരോ ഏതോ കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരം വാർത്തകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റോൾ അന്നേ കഴിഞ്ഞു. എന്നോടൊരാൾ വന്ന് പറഞ്ഞപ്പോൾ ഞാനത് SITയുടെ മുമ്പിൽ പറഞ്ഞു. മറ്റേ SITയും അവരും തമ്മിലുള്ള കാര്യമാണ്. ഞാനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല. അതാ പറയുന്നത്. അപ്പോൾ ഈ കൊടുത്ത ആളുകൾ ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഈ വാർത്തകളൊക്കെ SIT കൊടുത്തിട്ടില്ല, ഹൈക്കോടതിയും കൊടുത്തിട്ടില്ല. പിന്നെ ആരാ ഈ വാർത്തയൊക്കെ പ്രചരിപ്പിക്കുന്നത്? ഓരോ ദിവസവും ഓരോ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് ആളുകളെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് യഥാർത്ഥ പ്രതികളാണ്. ഇടതുപക്ഷം മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ് യഥാർത്ഥ പ്രതികൾ. 3 നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ SIT പറഞ്ഞു, ഞങ്ങളിത് സംബന്ധിച്ച് ഒരു വാർത്തയും പുറത്തു കൊടുക്കില്ല എന്ന്. അല്ലേ, നിങ്ങളും കേട്ടതല്ലേ? ഒരു വാർത്തയും പുറത്തു കൊടുക്കില്ല. പിന്നെ ഈ വാർത്ത എങ്ങനെ വന്നു? എങ്ങനെയാണ് ഇത് പുറത്തു വരുന്നത്? അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. ഇനിയും കുറേ ദിവസം കൂടി നീട്ടി ചോദിച്ചിരിക്കുന്നു. SIT ഹൈക്കോടതി പറയുന്നു ഞങ്ങൾ ഈ വാർത്ത പുറത്തു കൊടുക്കില്ല എന്ന്. അപ്പം മന്ത്രി രാജീവിന് അറിയാമായിരിക്കും ഇതാരാണ് ഈ വാർത്ത കൊടുത്തതെന്ന്. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക.